സുഹൃത്തുക്കളെ, യൂട്യൂബിൽ ഒരു വീഡിയോ പോലും നേരമ്പോൾ തുറക്കാൻ വീടും. അതിൽ മുഴുവൻ ഇന്ദിരാ ഗ്യാരണ്ടിയാണ്. എന്തോന്ന് ഗ്യാരണ്ടി ഒന്ന് കണ്ടോക്കിയേ. ആ നിലവിളികളൊക്കെ ഇപ്പോഴും കാതുകളിലുണ്ട്. രക്ഷിക്കണേ എന്ന് പറഞ്ഞ് ഫോൺ വിളിച്ച് കരയുന്ന ആളുകളൊക്കെ ഇപ്പോഴും ചെവിയിലുണ്ട്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ചേർത്ത് നിർത്തേണ്ട ആളുകൾ അവർ മാത്രമാണ്. അവർക്കാണ് അതിനുള്ള അർഹതയും അവകാശവും ഒക്കെ. അവരെ എങ്ങനെ ഇവിടെയുള്ളവർ പരിഗണിച്ചു എന്നുള്ളതാണ് എന്റെ ചോദ്യം. അതിൽ സർക്കാർ എന്നില്ല, പാർട്ടി എന്നില്ല, അങ്ങനെയില്ല. ആളുകൾ അവരെ എങ്ങനെ പരിഗണിച്ചു? ഒരു ജനത മുഴുവൻ കൂടെ നിന്നു. CMDRF സുഹൃത്തുക്കളെ, ശ്യാമിലി ശശിധരനാണ് ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ന്യൂസ് മലയാളത്തിലെ. സത്യം പറഞ്ഞാൽ എനിക്ക് ഇവരെ ഭയങ്കര ഇഷ്ടമാണ്. ഇവരൊരു കാര്യം അവതരിപ്പിക്കുകയാണെങ്കിൽ കൃത്യമായിട്ടും വളരെ പതുക്കെ പഠിച്ച് വലിയ ശബ്ദ കോലാഹലങ്ങളൊന്നുമില്ലാതെ എന്താ പറയുക, ആ പരുത്തിക്കാടിന്റെ പോലെയൊക്കെ ഇങ്ങനെ വെറുതെ തേയാൻ വേണ്ടിയിട്ടുള്ള വർത്തമാനങ്ങളല്ല. ഞങ്ങൾ പറയുന്ന കാര്യങ്ങൾ വ്യക്തമായിട്ട് വസ്തുനിഷ്ഠമായിട്ട് കേൾക്കുന്നവരെ കാതിലേക്ക് എത്തണം എന്നുള്ള ആഗ്രഹത്തിന്റെ പുറത്ത് സംസാരിക്കുന്നവരാണ് ഇവരൊക്കെ. സനീഷ് ആയിക്കോട്ടെ, ശ്യാമിലി ആയിക്കോട്ടെ, ഇവരൊക്കെ അങ്ങനെയാണ് ഒരു വിഷയത്തിൽ ഇടപെടുന്നത് നമുക്ക് തോന്നിപ്പോകും. എന്തായാലും ഇവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് വയനാടിനെ കുറിച്ചിട്ടാണ്. ആ വയനാട് എന്ന് പറയുന്ന ആ ഒരു പ്രദേശത്ത്, ആ ചൂരൽമലയില് ആ വലിയ ദുരന്തം അനുഭവിച്ച ആളുകൾക്ക് ഉണ്ടായ നാശനഷ്ടങ്ങളെക്കുറിച്ചും അവരോട് നമ്മൾ ഏത് രീതിയിലാണ് നമ്മുടെ ഗവൺമെന്റും നമ്മൾ എങ്ങനെയാണ് അവരോട് കരുതലോടുകൂടി പെരുമാറുക എന്നൊക്കെ സംസാരിക്കുന്നത്. എന്തായാലും കേട്ട് നോക്കേണ്ട സംഗതിയാണ്, നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ കേട്ടോ. ആളുകൾ അങ്ങോട്ട് പൈസ ഇട്ടുകൊടുത്തു, കാരണം ഇവരെ സഹായിക്കണമല്ലോ എന്ന് വന്നു. പക്ഷെ അപ്പോഴും സർക്കാർ അതിനുള്ള കൂട്ടായ പ്രവർത്തനങ്ങൾ നടത്തി, മീറ്റിങ്ങുകൾ വിളിച്ച് ചെയ്തു. പക്ഷെ എന്ത് ചെയ്തു? പ്രതിപക്ഷം അതിൽ നിന്ന് വിട്ടുനിന്ന് വേണ്ട, നമ്മളായിട്ട് വീട് വെച്ചു കൊടുക്കുക എന്ന് തീരുമാനിക്കുന്നു. ലീഗ് അല്ലാതെയും വീട് വെച്ചു കൊടുക്കുക, നല്ല കാര്യം, എല്ലാവരും ചെയ്യട്ടെ എന്ന് പറയുന്നു. പക്ഷേ എന്നിട്ട് എന്ത് സംഭവിച്ചു എന്നുള്ളതാണ് ആ കാര്യങ്ങൾ. എന്ത് സംഭവിച്ചു എന്നുള്ളത് തീർച്ചയായിട്ടും ഈ വീഡിയോയുടെ അവസാനം നമ്മുടെ മുഖ്യമന്ത്രി തന്നെ കൃത്യമായിട്ട് വിശദീകരിക്കുന്നുണ്ട്. ഇന്നൊരു ബസ്സിലെ യാത്രക്കിടെ നമ്മുടെ അരുൺകുമാറുമായിട്ടുള്ള ഗംഭീര സംഭാഷണം നടന്നിട്ടുണ്ട്. ആ ഒരു സംഭാഷണത്തിൽ ഇപ്പോൾ അടുത്ത് കഴിഞ്ഞ കാര്യങ്ങളൊക്കെ വ്യക്തമാക്കി പറയാനുള്ള ശ്രമം വ്യക്തമാക്കി പറഞ്ഞിട്ടുണ്ട് നമ്മുടെ മുഖ്യമന്ത്രി. അതുകൂടി കാണണം എന്നുകൊണ്ടാണ് ഞാൻ ഇതിനിടയിലൊന്ന് ഇടപെട്ട് കേട്ടോ. ചോദിക്കുമ്പോൾ അതിന്റെ കണക്കുകൾ ചോദിക്കുമ്പോൾ ഗ്യാരണ്ടികൾ വാഗ്ദാനം ചെയ്യുന്നവർക്ക് ഒരു ഗ്യാരണ്ടിയും ഇല്ല എന്ന് പറയുമ്പോൾ എന്തൊരു കഷ്ടമാണതെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഭയങ്കര സങ്കടമുണ്ട് ആ കാര്യത്തിൽ. അതിൽ ഒരു പക്ഷവുമില്ല, മനുഷ്യപക്ഷം മാത്രമാണ് ഞാൻ ഇക്കാര്യത്തിൽ ചേർത്ത് പിടിക്കുന്നത്. സനീഷ് ആലോചിക്കണം, സനീഷ് ചേട്ടനും ഹർഷൻ ചേട്ടനും എല്ലാവരും അവിടെ പോയപ്പം വലിയ ഉരുളം കല്ലുകളാണ് ആ ഭൂമിയിൽ മുഴുവൻ. അതൊരു ജനതയുടെ സ്വപ്നത്തിനും വലിയ അവരുടെ ജീവിതത്തിനും മേൾ വന്ന റീത്ത് വെച്ചതുപോലെ ഒരുപാട് ഉരുളം കല്ലുകൾ. ആ മണ്ണിൽ ചവിട്ടിയേക്കുമ്പോൾ സ്വാഭാവികമായും കുറെ നിലവിളികൾ കേട്ട് കാണും. അപ്പോൾ അവരെ അങ്ങനെ പരിഗണിക്കണം. ഇന്ന് കെ രാജന്റെ ഒരു വീഡിയോ കണ്ടു. ഒരു സ്ത്രീ, 3 മക്കളെ നഷ്ടപ്പെട്ട ഒരു സ്ത്രീ പറയാണ്, ജയിച്ചു കഴിഞ്ഞാൽ എന്റെ മക്കളെ വന്ന് വീണ്ടും കാണുന്നത്. എന്തൊരു വൈകാരികമാണ്. അപ്പോൾ തീർച്ചയായിട്ടും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര വിഷമായി പോയി. ആ വീഡിയോയില് കെ രാജൻ തിരിച്ചു പോകുന്ന സമയത്ത്, കെ രാജൻ മന്ത്രി അദ്ദേഹം തിരിച്ചു പോകുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ കണ്ണുകളൊക്കെ നനഞ്ഞുപോയി. ജയിച്ചു കഴിഞ്ഞ് എന്റെ കുട്ടികളെ വന്ന് കാണണമെന്നാ പറയുന്നേ. അവിടെ നിങ്ങൾ മനസ്സിലാക്കണത്, ആ സ്ത്രീയുടെ 3 കുഞ്ഞുങ്ങളും ജീവനോടെ ഇല്ല. അപ്പൊ അവരെ വന്ന് ആ കുഞ്ഞുങ്ങളെ വന്ന് കാണണമെന്ന് പറയുന്നത് അവരുടെ ശവകുടീരം വന്ന് സന്ദർശിക്കണമെന്നാണ്. കെ രാജൻ പോകണം, ജയിച്ചു പോകണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ഹൃദയം തൊട്ട് പറയുക, അദ്ദേഹം അവിടെ പോയിട്ട് ആ കുഞ്ഞുങ്ങളെ ശവശരീരം അടക്കം ചെയ്ത, അങ്ങനെ പറയരുത്, ആ കുഞ്ഞുങ്ങൾ അടക്കം ചെയ്ത ആ സ്ഥലം പോയി കാണണം, അവിടെ പോയി നിൽക്കണം. വിജയിച്ചിട്ട് അദ്ദേഹം അത് ചെയ്യും. ആ ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹം എവിടെയാണ് നിൽക്കുന്നത്, ആ പ്രദേശത്തെ ആളുകൾ കെ രാജനെ ജയിപ്പിക്കണം എന്നുള്ളതാണ്. കാരണം കാണാൻ വന്നത് വയനാട്ടിൽ നിന്നാണ്. അവരെ അത്രയേറെ ചേർത്ത് പിടിച്ചൊരു മനുഷ്യനെ കാണാൻ വേണ്ടിയിട്ടേ വയനാട്ടിൽ നിന്ന് വന്നിരിക്കുകയാണ്. ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെയുള്ള ഒരു ജനതയെ ചേർത്ത് പിടിക്കുക എന്നുള്ളതാണ്. പക്ഷേ വലിയ കുംഭകോണം, പകൽ കൊള്ളയായിരുന്നു ആ കണ്ണീര് വിറ്റുകൊണ്ട് കോൺഗ്രസ് ഒരു പണം പിരിക്കലിലൂടെ ഇവിടെ നടത്തിയിരിക്കുന്നത്. ഏറ്റവും ബാലിശമായ കാര്യങ്ങൾ എതിർപാർട്ടികൾ ഉന്നയിക്കുന്നു എന്നാണ് ഇന്ന് സണ്ണി വക്കീൽ പറയുന്നത്. എവിടെയാണ് ബാലിശം? അതിൽ ഒരു കണക്കുകൾ കാണിക്കുക, ഒരു സ്ക്രീൻഷോട്ട് ഇവരെ പ്രചരിക്കുന്നുണ്ട്. അങ്ങനെ അല്ലെങ്കിൽ അത് കാര്യകാരണ സഹിതം അതിനൊന്ന് വിശദീകരിക്കുക. ആ സ്ക്രീൻഷോട്ടിലുള്ള തുകയല്ല ഇവിടെ ഉണ്ടായിരുന്നത്. പക്ഷെ അതിന് പോലും മുതിർന്നിട്ടില്ല. എന്നിട്ട് ഒരു 5 കോടിയുടെ കണക്ക് പറയുകയാണ്. ഇത് മനസ്സിലാവുന്നില്ല നമ്മൾക്കാർക്കും. അങ്ങനെ ഒരു കാര്യമേ ഇല്ല. പക്ഷെ ഞാൻ ആലോചിക്കുകയാണ്, നമ്മൾ എന്തായിരുന്നു ചെയ്യേണ്ടിയിരുന്നത്? എല്ലാവരും ഒരുമിച്ച് നിന്ന് ആ ജനതയെ പുനരുജ്ജീവിപ്പിച്ച് ആ ജനത അവിടെ നഷ്ടമായതെല്ലാം എന്തൊക്കെ കാര്യങ്ങൾ വേണം, അത് എനിക്ക് തോന്നുന്നത് കേരളത്തിന്റെ ഒരു പരിച്ഛേദമായി കാണണം. അങ്ങനെയായിരുന്നു ശരിക്കും അവിടെ സംഭവിക്കേണ്ടത്, അങ്ങനെയായിരുന്നു അവിടെ കൊടുക്കേണ്ടത് എന്നുള്ളതാണ്. പക്ഷെ അതൊന്നും കോൺഗ്രസ് ചെയ്തിട്ടില്ല. എന്നിട്ടും
നാണത്തിന്റെ അപമാനബോധത്തിന്റെ ഒരു കണിക പോലും ഇല്ലാതെ നാട്ടുകാരോട് വോട്ട് ചോദിക്കുന്നു, ജയിപ്പിക്കണേ എന്ന് പറയുന്നു. എന്തിന്? ഇത് കേരളത്തിൽ ഓരോരുത്തരും സ്വയം ചോദിക്കേണ്ട ചോദ്യമാണ്. എനിക്ക് തോന്നുന്നു കോൺഗ്രസ്സുകാർ പോലും ചോദിക്കേണ്ട ചോദ്യമാണ് അത്. എന്താണ് അങ്ങനെ ചോദ്യം വരുന്നില്ല എന്ന് എനിക്ക് മനസ്സിലാവാതെ. ഒരു പരിച്ഛേദമായി കാണണം. എന്നിട്ട് മാത്രമല്ല, നിങ്ങൾ വെറുതെ ഒന്ന് ആലോചിക്കുക. മാർക്കിടാൻ നമുക്ക് വളരെ എളുപ്പമാണ്. ഭരിച്ച് നശിപ്പിച്ച ഒരു കലാകളങ്ങളെ ഇങ്ങനെ ഭരിക്കുകയാണെന്ന് വിചാരിക്കാം. ഈ പറയുന്നത് പോലെ പ്രതിപക്ഷം ആണും ഭരണപക്ഷമാണെങ്കിലും ഉന്നയിക്കുന്നത് നിങ്ങൾ ഭരിച്ച കാലം മോശം, ഞങ്ങൾ ഭരിച്ച കാലം മോശം, ആ തരത്തിലൊക്കെ കാര്യങ്ങളെ കാണുകയാണെന്ന് നോക്കുക. അപ്പോൾ ഒരു പരിച്ഛേദമായി ഈ സമൂഹത്തെ കണ്ടു കഴിഞ്ഞാൽ നന്നാക്കാനുള്ള ഒരു അവസരം അവിടെ ഉണ്ട്, ഈ ഭൂമി. അതിൽ തന്നെ നമുക്ക് ഒരാളുടെ ക്വാളിറ്റി മനസ്സിലാവുമല്ലോ. ഈ സ്ഥലം നന്നാക്കാനുള്ള ഒരു അവസരം ഇവർക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു. ആ വലിയ സുവർണാവസരമാണ് നിലവിൽ UDF കോൺഗ്രസ് അല്ലേ? ഇവർ 24 മണിക്കൂർ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുക കോൺഗ്രസ്സുകാർ. ചോദ്യം സിമ്പിളാണ്. ശ്യാമിലി ചോദിച്ചത് നന്നാക്കാനുള്ള ഒരു അവസരം ഉണ്ടായിരുന്നു അല്ലേ? ആകെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കേരളം കമ്മ്യൂണിസ്റ്റുകാരെന്ന് പറയുമ്പോൾ ഈ കോൺഗ്രസ്സുകാർക്ക് നന്നാക്കാനുള്ള ഒരു അവസരം ഉണ്ടായിരുന്നില്ലേ? എന്താ അവർ ചെയ്തില്ല? ഇത്ര കാലം, 1 വർഷം കഴിഞ്ഞില്ലേ? ഇത്ര കാലം ആ പണവുമായിട്ട് അവരെന്താ ചെയ്തേ? കോൺഗ്രസിനെ പോലുള്ളൊരു വലിയ രാഷ്ട്രീയ പാർട്ടിക്ക് വെറും 5 കോടി മാത്രമേ. അത് അവിശ്വസനീയമാണ്. നമ്മൾ ഒരിക്കലും വിശ്വസിക്കരുത് എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. ഇനി നിങ്ങൾ കാണേണ്ടത് കെ രാജനെ കാണാൻ വന്ന അവരെയാണ്. കാണാം കേട്ടോ. ഇഷാനും ധ്യാനും നിവേദിക്കും 3 കുട്ടികളും നഷ്ടപ്പെട്ട സൈന ഇവിടെ വന്നിട്ടുണ്ട്. അവരുടെ 3 മക്കളും ആ ചൂരന്മല ദുരന്തത്തിൽ നഷ്ടപ്പെട്ടു. കണ്ടില്ലേ? ആ 3 കുഞ്ഞുങ്ങളെ അമ്മയാണ് വന്ന് കെ രാജനോട് വന്ന് പറയുന്നത്. എവിടെന്നാ വരുന്നേ? വയനാട്ടിൽ നിന്നാ. എന്തിനാ? കെ രാജനെ വിജയിപ്പിക്കണമേ എന്ന് ഈ നാട്ടിലത്തെ ആളുകളോട് ഒന്ന് പറയാൻ. അപ്പൊ ഒരു വൈകാരികമായിട്ടുള്ള ബന്ധം എന്തുകൊണ്ടാണ് കെ രാജനോട് അവർക്കുണ്ടായത്? അത്രയേറെ അവർ ചേർത്ത് പിടിച്ചു. ആ ചേർത്ത് പിടിക്കൽ ഏതെങ്കിലും വീഡിയോയ്ക്ക് കാണാൻ വേണ്ടിയിട്ടുള്ള ചേർത്ത് പിടിക്കലല്ല. ഏതെങ്കിലും ഫോട്ടോഗ്രാഫേഴ്സിന് ഫോട്ടോ എടുത്തിട്ട് നാളെ പത്രത്തിൽ പബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചേർത്ത് പിടിക്കലല്ല. അതൊരു ഹൃദയത്തെ അറിഞ്ഞിട്ടുള്ള വിഷമത അനുഭവിക്കുന്ന ആളുകളെ ചേർത്ത് പിടിക്കുന്ന ഒന്നാണ്. ഞാൻ ഇന്ന് ആരോ എഴുതിയിട്ട ഒരു വരിയിൽ അവസാനിപ്പിക്കുന്ന ഇങ്ങനെയാണ്: അറിയപ്പെടാത്ത മനുഷ്യരുമായി നീ എനിക്ക് സാഹോദര്യം നൽകിയെന്നാണ്. അല്ലേ? ഇവിടെ സഹോദരന് തുല്യം ആണ് ആ ഒരു പെൺകുട്ടി കെ രാജ് എന്ന് പറയുന്ന ഇദ്ദേഹത്തെ കാണുന്നത്. എന്നിട്ട് പറയുന്നത് എനിക്കൊന്ന് ഹഗ് ചെയ്യണം. ഓ, ചെയ്തോളൂ എന്ന് പറയുന്ന പറച്ചിലിനൊക്കെ അപ്പുറം പോയി കെട്ടിപ്പിടിക്കാൻ കഴിയുന്നൊരു മനസ്സില്ലേ? അറിയപ്പെടാത്ത മനുഷ്യരുമായി നീ എനിക്ക് സാഹോദര്യം നൽകി എന്ന ലോക പ്രശസ്തമായ കവിതയുടെ തലക്കെട്ടായി നിരൂത നൽകിയത് എൻ്റെ പാർട്ടിക്ക് എന്നാണ്. നിരൂതർ കവിതയാണ്. അതിലത്തെ ഒരു വരിയാണ്: അറിയപ്പെടാത്ത മനുഷ്യരുമായി നീ എനിക്ക് സാഹോദര്യം നൽകി. അല്ലേ? കെ രാജനെ അറിയാത്ത മനുഷ്യരാണ് വയനാട്ടിലുള്ളവർ. റവന്യൂ മന്ത്രി എന്ന നിലയ്ക്ക് അവിടെ പോയി നിൽക്കേണ്ടത് അദ്ദേഹത്തിന് ആവശ്യമായി വന്നു. നാട്ടുകാർ ചേർത്ത് പിടിച്ചു. അവർ ഓരോ വിഷമതകളും കേട്ടു. അദ്ദേഹം അവരോടൊപ്പം നിന്ന് കരഞ്ഞു, അവരോടൊപ്പം നിന്ന് വിതുമ്പി. അല്ലാതെ ഒരു അഭിനയമോ ഒരു കള്ളത്തരവും ആരെങ്കിലും കുറ്റം പറച്ചിലോ ചെയ്തിട്ടില്ല കെ രാജൻ എന്നതാണ് ഇതിൻ്റെയൊക്കെ ബാക്ക്ഗ്രൗണ്ടിലുള്ളൊരു യാഥാർത്ഥ്യം. കഴിഞ്ഞിട്ടില്ല, ഒരല്പം ലെങ്തിയാണ്. ചില യാഥാർത്ഥ്യങ്ങൾ, സത്യങ്ങളൊക്കെ എലക്ഷൻ്റെ തൊട്ട് മുമ്പെങ്കിലും നിങ്ങൾ മനസ്സിലാക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ അല്പം ലെങ്തായിട്ട് പോകുന്നത്. നോക്കൂ, മുഖ്യമന്ത്രിയുടെ ഈ ഒരു വർത്തമാനം കേട്ടിട്ടില്ലെങ്കിൽ നിങ്ങളത് കാണണം. ഈ വീടിന്റെ മുമ്പിൽ ഇന്നയാൾ തന്ന വീടാണെന്ന് എഴുതി വെക്കാൻ പാടില്ല. അത് നമ്മൾ എല്ലാം പൊതുവെ കാണുകയാണ്. അത് വേണ്ട. ഇതിന്റെ പൈസയുണ്ട്, അവർ സ്ഥലം വാങ്ങി വീട് എടുക്കുക എന്നുള്ളത് തന്നെയാണ്. അത് അവരൊക്കെ താല്പര്യമുള്ള ആൾക്കാർക്ക് കൊടുക്കുക എന്നുള്ളതായിരിക്കും അവർ ഉദ്ദേശിച്ചിട്ടുണ്ടാകുക. ഏതായാലും അത് ചെയ്യാൻ പാടില്ലായിരുന്നു എന്നൊരു അഭിപ്രായക്കാരനാണ് ഞാൻ. വിട്ടുപോകാൻ പാടില്ല. അതെ, ഇരിക്കട്ടെ. ഏതായാലും അവരങ്ങനെ ചെയ്തു. അപ്പൊ അപ്പോഴും പ്രതിപക്ഷം അവരോട് ചോദിച്ചു, ഇതെന്താ അങ്ങനെ ചെയ്ത്, അങ്ങനെ വിട്ടുപോകേണ്ട കാര്യം എന്താണ്? അപ്പൊ അതിന് പിന്നെ വേറെ അവരെ കുറ്റപ്പെടുത്തിയൊന്നും പറഞ്ഞില്ല. അത് അവർക്ക് കാരണങ്ങളുണ്ടെന്നൊക്കെ പറഞ്ഞങ്ങ് നിന്നു. അപ്പോഴും കോൺഗ്രസ് സ്വന്തം സ്ഥലം വാങ്ങുന്നില്ല. അങ്ങനെ ഒരു അഭിപ്രായം ഇല്ല, അങ്ങനെ ഒരു നിലയെ എടുക്കുന്നില്ല. അതും കഴിഞ്ഞതിന് ശേഷമാണ് ഒരു ഘട്ടത്തിൽ കോൺഗ്രസ് വേറെ പോകുന്നെന്ന് പറയുന്നത്. ഞങ്ങളുമായിട്ട് ഒരു ആലോചന നടത്തിപ്പോയതല്ലത്. ഞങ്ങളോട്
സ്ഥലത്തിന് ചോദിക്കുന്ന പ്രശ്നമേ വരുന്നില്ലല്ലോ. കാരണം സ്ഥലം വാങ്ങി വീട് നിർമ്മിച്ചു കൊടുക്കാനല്ലേ ഞങ്ങൾ തയ്യാറാകുന്നത്. അപ്പൊ അതിന്റെ ഭാഗത്തൊരു സ്ഥലം ഞങ്ങൾ വീട് നിർമ്മിച്ചോളാന്ന് പറഞ്ഞു. ഇതില് നമ്മുടെ മുഖ്യമന്ത്രി കൃത്യമായി തന്നെ പറയുന്നുണ്ട്, കോൺഗ്രസ് ഈ പറയുന്ന നുണകളൊക്കെ മുട്ട നുണകളാണെന്ന്. അവർക്ക് ഭൂമി വെച്ചു കൊടുക്കാമെന്നുള്ള പ്ലാനിൽ ഗവൺമെന്റിനോടൊപ്പം അവർ നിന്നില്ല എന്ന് മാത്രമല്ല, ലീഗ് ആദ്യം പോയി. പക്ഷെ ലീഗ് സത്യസന്ധരാണ്. അവരാ വീട് വെച്ച് കൊടുത്തു, അവർക്ക് കഴിയുന്നിടത്തോളം അവർ കൊടുത്തു. അവർ തന്നെ 19 കോടി പിരിച്ചു എന്നുള്ളതാണ് യാഥാർത്ഥ്യം, അല്ലേ? അവർ തന്നെ ചെയ്തു. പക്ഷെ അതെന്തേ ഈ കോൺഗ്രസിന് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. കേൾക്കണം കേട്ടോ. ചോദിക്കുന്നില്ലല്ലോ. അത് വേണ്ട. പിന്നെ നേരത്തെ 100 വീടിന്റെ കണക്ക് പറയുമ്പോൾ ഡിവൈഎഫ്ഐ ഈ കണക്കുകളിൽ വരുന്നപ്പോ സീമിന് വിശ്വാസം തോന്നിയോ? കോൺഗ്രസിന്റെ കണക്കിൽ 5 കോടി ഇന്റർനാഷണൽ കോൺഗ്രസ് പോലുള്ള പാർട്ടിക്ക് ആർക്കും വിശ്വസിക്കാവുന്ന കാര്യമല്ല അത്. ആരും വിശ്വസിക്കില്ല. ഇപ്പോ ലീഗ് പിരിച്ചത് 40 കോടിയാണ്. അപ്പോ കോൺഗ്രസ് അഖിലേന്ത്യാ പാർട്ടിയാണ്. രാജ്യത്തിന് പുറത്തുനിന്നും ഒക്കെ സംഘടിപ്പിച്ചിട്ടുള്ള പിരിവിന്റെ ഭാഗമായി വലിയ സംഖ്യ വന്നിട്ടുണ്ടാവും. അത് തീർച്ചയാണ്. എവിടെയാ പൈസ എന്നുള്ളതാണ് ഇനി അടുത്ത ചോദ്യം. ഈ ചോദ്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ ബബ്ബപ്പ പറയാനും മാത്രമാണ്. ഞാൻ കുറച്ചെടുത്തൊരു വീഡിയോ കാണിച്ചു തന്നില്ലേ, 3 കുഞ്ഞുങ്ങൾ നഷ്ടപ്പെട്ടൊരു അമ്മയുടെ. അത്തരം വേദനകളെയാണ് ഈ കോൺഗ്രസ്സുകാർ വിറ്റ് പണമാക്കിയിട്ട് പുട്ടടിച്ചത്. അപ്പോ അവരെയാണോ നിങ്ങൾ അധികാരത്തിലേക്ക് കൊണ്ടുവരേണ്ടത്? അതൊന്നും ഈ വയനാട്ടുകാരെ ചേർത്ത് പിടിച്ച രാജനെ പോലെയുള്ള അത്തരം ആളുകളെയാണോ? ചിന്തിക്കേണ്ടത് നിങ്ങളാണ്. അറിഞ്ഞു ചെയ്യുക. ബൈ.